പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അശ്വതി എന്നാ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അശ്വതി ഉപ്പ് കൊണ്ടുപോയി ബാങ്ക് മാനേജറിൻ്റെ വിശ്വപ്രമാണം ചെയ്ത് വരാന്തിരിടും. എന്താ കാര്യം? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണല്ലോ അതിൻ്റെ പ്രയോഗം. കർത്താവെ, എൻ്റെ കഴിവല്ല നിൻ്റെ കൃപയെന്ന് പറയും. അതാണ് ഉപ്പിടുന്നതിൻ്റെ ഉദ്ദേശം. അധികാരം, അവകാശം, കർത്താവിൻ്റെ അവകാശമാണിത്. ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നു എന്ന് പറയത്തില്ലേ? ആകാശവും ഭൂമിയും, ഈ ഭൂമിയിലുള്ള മുഴുവനും നമ്മൾ ഒപ്പിടുമ്പോൾ എന്താ പറയണത്? ദൈവത്തിൻ്റെ അധികാരം അവിടെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഈ ഉപ്പിൻ്റെ പ്രയോഗത്തിലൂടെ. എന്നുവെച്ചാൽ എനിക്കിവിടെ സ്വാധീനമില്ല, പാർട്ടിക്കാരില്ല, എനിക്ക് പണമില്ല, എന്നെ സ്വാധീനിക്കാൻ എനിക്ക് സഹായിക്കാൻ ആളില്ല. എനിക്കെൻ്റെ കർത്താവ്, നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ. എങ്ങനെയുള്ള കർത്താവാണ്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ബാങ്ക് മാനേജരെ ഇത്രയും അപ്പോൾ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല എന്ന് പറഞ്ഞ ബാങ്ക് മാനേജര്. അപ്പോൾ അശ്വതിയുടെ ചേച്ചി എന്ന് പറയും, എപ്പോഴും കുറ്റം പറയും. അവൾക്ക് വിശ്വാസമില്ല, തുള്ളി പോലും വിശ്വാസമില്ല. അപ്പോൾ പറയും, നീ എപ്പോഴും ഈ സാക്ഷ്യം വെച്ചുകൊണ്ടിരിക്കണം, അച്ഛൻ്റെ പ്രസംഗം വെച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കും. അതാണ് വിഷയം. അതിനൊരു ആ പ്രസംഗം കേൾക്കണമെങ്കിൽ ഒരു അഭിഷേകം ഉണ്ടാവണമല്ലോ, കർത്താവിൻ്റെ ഒരു അട്രാക്ഷൻ വേണമല്ലോ. കാര്യം എന്താ? കാര്യം നോട്ട് ബൈ മെറിറ്റിലാണെങ്കിൽ നിൽക്കണത്. കാര്യം നമുക്ക് ഒരിടത്തും ആരുമില്ല, കർത്താവാണ് ഉണ്ടാകേണ്ടത്. അപ്പം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഇവർ അശ്വതി ജീവിക്കണത്. അവസാനം അശ്വതിയും ഈ ചേച്ചിനെയും കൊണ്ട് അവിടെ ബാങ്ക് മാനേജർ കാണിക്കും. അവിടെ കാര്യങ്ങളെല്ലാം പറയുന്നില്ല, അവതാ പറയാവുന്നല്ലാതെ ആരും അനക്കമില്ലാത്തപ്പോഴാണ് ഇവിടെ ഈ ഉടുപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി കർത്താവിനെ ബാങ്ക് ഏൽപ്പിച്ചും പോരണത്. പിന്നീട് നടക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഏതാണെന്ന് ലോണെന്ന് വെച്ചാൽ ഒരു സിവിൽ പോയിൻറ്റും ഇല്ലാതെ, അതായത് ഒരു നിമിഷം ആദ്യം വന്നപ്പോൾ സിവിൽ പോയിൻ്റ് ഇല്ല. കമ്പ്യൂട്ടറിൽ നമുക്കറിയാൻ പറ്റും, നമ്മുടെ മൊബൈലിൽ നമുക്ക് നോക്കാൻ പറ്റും നമ്മുടെ സിവിൽ പോയിൻ്റ്. അപ്പം അത് സിവിൽ പോയിൻ്റ് ഇല്ല. പക്ഷേ ഉപ്പ് ഇട്ട് വിശ്വാസപ്രമാണം ചെയ്ത് പ്രാർത്ഥിച്ച് കർത്താവിന് ആ വിഷയം ഏൽപ്പിച്ചു. അല്ല ഉപ്പിട്ട് എൻ്റെ അകത്തൊരു മാസ്മരവിദ്യം മന്ത്രവിദ്യം പറയുകയല്ല. ഒരു വിഷയം കർത്താവിനെ ഏൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ചില വിശ്വാസ പ്രയോഗങ്ങളാണത്. അപ്പം നമ്മൾ പക്ഷേ അതിന് കറസ്പോണ്ട് ചെയ്ത് വിശ്വസിച്ച് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ദൈവം അതിനകത്ത് ഇടപെടും. എന്താ കാര്യം? അത് നോട്ട് ബൈ മെറിറ്റാണ്. നമുക്ക് മെറിറ്റില്ല. പിന്നെ എന്താണ്? പിന്നെയുള്ള ഓപ്ഷൻ എന്താണ്? ബട്ട് ബൈ ഗ്രേസ് ആണ്. ഗ്രേസ് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഇവർ നോക്കുമ്പോൾ ഇവർക്ക് സിവിൽ പോയിൻ്റ് കറക്റ്റാകും. സിവിൽ പോയിൻ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റാകും. കറക്റ്റായി കഴിഞ്ഞിട്ട് ഇവൾക്ക് 18 ലക്ഷത്തിന് ലോൺ കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് 12 ലക്ഷം തിരിച്ചടക്കേണ്ട കാര്യമില്ല. അതായത് സീറോയിലുള്ള ആൾക്കാരെ, സ്വാധീനമില്ലാത്ത ആൾക്കാരെ മാതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജീവിച്ചുകൊണ്ട് തകർന്ന ജീവിതത്തെ സമുദ്ധരിക്കുന്ന കാഴ്ചയില്ലേ? കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോഴ് നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, എന്തെങ്കിലും ഒരു നിയോഗം ഉണ്ടാവില്ല മക്കളെ. നിങ്ങൾ അതിരാവിലെ കർത്താവിൻ്റെ അടുത്ത് എത്തുന്നതിന് നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും നിയോഗങ്ങളുണ്ടാവും. അത് നിങ്ങൾക്ക് ഈശോയോട് പറയേണ്ട സമയമാണിത്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ്, നിന്റെ വിശുദ്ധമായ തിരുമുറിവാർന്ന വലതുകരം, അനുഗ്രഹത്തിന്റെ അഭിഷേകകരം അങ്ങനെ ഓരോ മക്കളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ ഈശോ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലെ
അങ്ങനെ അവകാശമോഹരിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, വിടുതല് ഞങ്ങളെ കൊടുക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന് മനസ്സർപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഈ ദിവ്യമായ നിമിഷങ്ങളിലെ കർത്താവിനെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. കർത്താവേ, ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഈ അൾത്താറയിൽ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന, കൃപാസനത്തിൻ്റെ നേതൃത്വത്തിൽ ശുശ്രൂഷയിൽ നീ നടത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് അഖണ്ഡ ജപമാല മഹാറാലികളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, അങ്ങനെ കണ്ണീരിൻ്റെ കാലം, അങ്ങനെ മക്കളുടെ കണ്ണീരിൻ്റെ കാലത്ത് അവിടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട് ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യമുണ്ട്. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ സൗഖ്യം നൽകണമേ, നാഥാ വരണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. കർത്താവ് വീടില്ലാത്ത അങ്ങയ്ക്ക് വേണ്ടി അങ്ങയുടെ ദൃശ്യനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, ആകപ്പാടെ ആശങ്കാകുലമായ കുഴഞ്ഞു മറിഞ്ഞ ജീവിത പരിസ്ഥിതിയിലുള്ളവരെ ഒരു തെളിനീരിന് വേണ്ടി, ജീവിതം ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടി, കർത്താവ് ആകപ്പാടെ ഇരുട്ട് കയറിയിട്ടുള്ള മക്കൾ എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, ആര് തുടങ്ങും, എങ്ങനെ ചെയ്യുമെന്നറിയാൻ മേലാത്ത ഒരു എത്തും പിടിവില്ലാത്തവർ അവിടെ മേൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടേ ഉണ്ടാകട്ടെ എന്ന വാക്ക് കൊണ്ട്, വെളിച്ചമുണ്ടായിക്കൊണ്ട് കർത്താവ് ഇരുട്ടിനെ കർത്താവ് ശാസിച്ച് മാറ്റിയവന് അനേക മക്കളുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ വെളിച്ചം കർത്താവെ തിരഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവരെ, മക്കളുടെ മദ്യപാന ശീലങ്ങളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവരെ, ജോലിയെ സംബന്ധിച്ചില്ല, ജോലി നഷ്ടപ്പെട്ടു പോയ മക്കൾ, അതുപോലെ തന്നെ കർത്താവ് പുതുക്കാത്ത മക്കൾ, പുതുക്കാൻ കഴിയാത്ത മക്കൾ, കർത്താവ് അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പഠനങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ, പഠനങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴേ കർത്താവിടെ ജോലിയില്ലാത്ത അവസ്ഥകളിൽ തിരിച്ചു പോരേണ്ടി വരുന്നവരെ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചു, അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മാനസികമായ രോഗികൾ, മറ്റു തരത്തിലുള്ള ശാരീരികമായ ചലഞ്ചുകൾ നേരിടുന്ന മക്കൾ, നിന്റെ തിരുമുറിവാണെന്ന് വലതു കർത്താവ് മക്കളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, സാമ്പത്തിക തകർച്ചയുള്ളവർ, ജോലി സ്ഥിരതയില്ലാത്തവർ, കടകമ്പോളങ്ങളെല്ലാം കർത്താവ് അടഞ്ഞു കിടക്കുന്നവർ, വാടക ലഭിക്കാത്തവർ, കർത്താവ് കെട്ടിടങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നവർ, കെട്ടിടങ്ങളിലുള്ള പണമെല്ലാം ഒരു സ്ഥലത്ത് കുന്നുകൂടി പോയി അവിടെ തിരിച്ചു കിട്ടാൻ മാർഗമില്ല, ഒരു ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല, വഴിമുട്ടിയും ഗതിമുട്ടി കർത്താവെ വല്ലാത്തിരുന്ന് ഞെരുങ്ങുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ ശക്തിയാൽ അവൻ്റെ നിങ്ങളുടെ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ ഈ നിമിഷം മാറിപ്പോകട്ടെ പ്രാർത്ഥിക്കുന്ന ശ്രുതികട. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, മഹത്വം. കർത്താവെ, മക്കളില്ലാത്ത ദമ്പതികളെ, വിവാഹം ഒത്തുവരാത്തവര്, തൊഴിൽ തുടങ്ങി വെക്കാൻ അവസ്ഥ അതിനൊരു മാർഗം കാണാത്തവരെ, തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കുന്നവരെ കർത്താവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, സമാധാനം ഇല്ലാത്തവരെ, കുടുംബജീവിതം തകർന്നു പോയവർ, ഭർത്താക്കന്മാർ പിരിഞ്ഞു പോയവർ, വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവ് എന്തെല്ലാം തരത്തിൽ വേണ്ടിയാണോ അങ്ങയുടെ മക്കൾ ഉടമ്പടിയിലേക്ക് വന്നിരിക്കുന്നത്, ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കണം, ഇപ്പോൾ പ്രാർത്ഥന ഓൺലൈനിൽ കൂടിക്കൊണ്ടിരിക്കുന്ന അവിടെ മേലെല്ലാം
കർത്താവിൻ്റെ ശക്തി ഉൾക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സമാപന ആശീർവാദം സ്വീകരിക്കേണ്ട സമയമാണ്. മൗനമായി നിങ്ങളുടെ വിഷയങ്ങൾ ഓൺലൈനിലുള്ളവരും തീർത്ഥാടനത്തിൽ വന്നിരിക്കുന്നവരും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മാതാവിൻ്റെ മധ്യസ്ഥ സമർപ്പിക്കുക. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജുബിൻ. ഞാൻ കായംകുളത്തിനടുത്ത് ചാരമൂട് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. 2023 മെയ് 23 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലോട്ട് വരുന്നത്. ജോസഫ് അച്ഛൻ പറയുന്ന പോലെ പരിശുദ്ധ അമ്മയുടെ കൈയാകുന്ന പത്രം എന്നെ എവിടെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് പറയുന്നതാണ് സത്യം. പപ്പായ്ക്കും അമ്മയ്ക്കും ഒരു കടയാണ്. സാധാരണ പോലെ തന്നെ ഒരു പത്രം കൊണ്ടുവന്ന് എല്ലാവരും കൊടുത്തിട്ട് പോയി. അമ്മ വൈകുന്നേരം വീട്ടിൽ വന്നപ്പം പത്രം എന്നെ കാണിച്ചു. ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് എടുത്ത് നോക്കി. എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് അതിലെ സാക്ഷ്യങ്ങളാണ്. ആ സാക്ഷ്യം കണ്ട് ഞാൻ തൊട്ട് പിറ്റേന്ന് തന്നെ, എൻ്റെ വീട് ഒത്തിരി ദൂരെയാണ് എങ്കിൽ പോലും പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ കൃപാസനത്തിലോട്ട് വന്നു. കൃപാസനത്തിൽ എത്തുന്ന സമയത്തും ഉടമ്പടി എന്താണെന്നോ ഉടമ്പടിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയോ വ്യക്തമായൊരു ബോധ്യം എനിക്കില്ലായിരുന്നു. എങ്കിലും ഞാൻ പോയി ക്ലാസ്സിനിരുന്ന് കഴിഞ്ഞപ്പം ഇവിടെ ബ്രദർ പറയുകയുണ്ടായി, കൃപാസനത്തിന് മാജിക്കൊന്നും നടക്കുന്നില്ല, നിങ്ങൾക്ക് ഉടമ്പടി എടുക്കണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പോകാം. അങ്ങനെ എൻ്റെ മനസ്സിൻ്റെ ഒരു ഇതുകൊണ്ട് കർത്താവ് എന്നെ തോന്നിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ഒന്നാമത്തെ നിയോഗമായിട്ട് വെച്ച എൻ്റെ പഠിത്തം തന്നെ ആയിരുന്നു. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് പഠിത്തത്തിലുണ്ടായ പോരായ്മകളും ബാക്ക് പേപ്പേഴ്സും എന്നെ ഒത്തിരി മാനസികമായിട്ട് തളർത്തി. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്ന സമയത്ത് 4 ബാക്ക് പേപ്പർ ആയിരുന്നു. എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം അത് 7 ഉയർന്നു. അത് ഒരിക്കലും എന്നെ തളർത്തിയില്ല. അച്ഛൻ പറയുന്ന പോലെ ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന സമയത്ത് ക്ലേശതകളും ഭാരങ്ങളും നമുക്ക് കൂടും. പക്ഷേ ഞാൻ തളരാതെ പിടിച്ചു നിന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയുടെ ഫലമായിട്ട് ഞാൻ മുന്നോട്ട് തന്നെ പോയി. ഒരിക്കലും വിഷമിച്ചില്ല, തളരാതെ പിടിച്ചു നിന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മാരത്തോൺ സപ്ലി എന്നൊക്കെ എല്ലാവരും കളിയാക്കി പറയും. എങ്കിൽ പോലും അത് വലിയൊരു ഫലമായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു നേട്ടമായിട്ട് തന്നെ വന്നു. ഞാൻ എക്സാം രജിസ്റ്റർ ചെയ്ത് എക്സാമിൻ്റെ ടൈം ആയപ്പം അച്ഛനെയും കൊണ്ട് വന്ന് ഇവിടെ ഹാൾ ടിക്കറ്റ് കൊടുത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ആ എഴുതിയ പേപ്പറുകളെല്ലാം എനിക്ക് കിട്ടി. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് ആണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോയി.
എങ്കിലും എനിക്ക് ബാക്ക് പേപ്പർ ഉണ്ടായിരുന്നെങ്കിലും 4ാമത്തെ സെമ്മിൻ്റെ മാത്രമേ ക്ലിയർ ആകാൻ ഒത്തിട്ടുള്ളൂ. ബാക്കി പേപ്പറുകളുണ്ട്. പക്ഷേ ഞാൻ നന്നായിട്ട് എഴുതിയതാണ്. അടുത്ത തവണ ഞാൻ വീണ്ടും എക്സാം എഴുതിയ സമയത്ത് എനിക്കിതിൽ 2 പേപ്പറേ കിട്ടിയുള്ളൂ. വീണ്ടും കൊണ്ട് ഒരെണ്ണം ബാക്ക്. അത് എന്താ കിട്ടാത്ത, ഞാൻ നന്ന ചോദ്യം എഴുതിയതാണ്, പക്ഷേങ്കിലും അത് കിട്ടിയില്ല. അന്നേരമാണ് എൻ്റെ കഴിവിനേലുപരി ജോസഫ് അച്ഛൻ പറയുന്ന പോലെ നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല, ഗ്രേസ് കൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമുണ്ട്. എനിക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ബി.ടെക് പഠിക്കുന്നവർക്ക് ഗ്രേഡ് വരുമ്പം F ഗ്രേഡാണ്. അത് 33 മാർക്കേ ഉള്ളൂ, 40 മാർക്ക് വേണം പാസ്സാകാൻ. ഞാനൊരു ദിവസം ഇതുപോലെ വൈകുന്നേരത്തെ സായാഹ്ന പ്രാർത്ഥന കഴിഞ്ഞ് ബൈബിളൊക്കെ വായിച്ചിട്ടിരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ചുമ്മാ റീവാലുവേഷനും ആ സമയത്ത് കൊടുത്തു. അത് തോറ്റോണ്ടാണ് റീവാലുവേഷൻ കൊടുത്തത്. ചുമ്മാ റീവാലുവേഷൻ്റെ റിസൾട്ട് വന്ന് നോക്കിയ സമയത്ത് എൻ്റെ കണ്ണ് പെട്ടെന്ന് പ്രീവിയസ് ഗ്രേഡിലോട്ട് കയറി ഒന്ന് കണ്ണ് തട്ടി. ഞാൻ നോക്കിയപ്പം P കിടക്കുന്നു. ഈ F ഗ്രേഡ് വന്ന് 33 മാർക്ക് കിട്ടിയ പേപ്പർ യൂണിവേഴ്സിറ്റി പോയി മാതാവ് ഡയറക്റ്റ് തിരുത്തിയ കൂട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യം. എൻ്റെ കൂട്ടുകാർ പോലും അത് വിശ്വസിച്ചില്ല. അങ്ങനെ എനിക്ക് ആ സബ്ജക്റ്റ് ക്ലിയറായി. എങ്കിലും ഞാൻ പിന്നീട് എൻ്റെ സെമസ്റ്ററുകളെല്ലാം വന്നു. 7ആയി 8ആയി. അങ്ങനെ എൻ്റെ 8ാമത്തെ സെമസ്റ്റർ ബി.ടെക്കിൻ്റെ പഠിത്തം കഴിയാത്ത സമയത്ത് ഞാൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്ലോമ പഠിക്കാൻ തിരുവനന്തപുരത്ത് പോയ സമയത്ത് ഞാൻ ഈ കൃപാസനത്തിലെ പത്രം കൊടുക്കാൻ, അവിടെ RCC അടുത്താണ്, RCCയിലോട്ട് പോയി പത്രം കൊടുക്കാൻ. ഞാൻ RCC പോയ സമയത്താണ് പെട്ടെന്ന് എൻ്റെ പയ്യൻ എൻ്റെ ഒരു പരിചയമായത്. അവൻ്റെ പേര് ബ്ലസൻ ആണ്. അവന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അങ്ങനെ അവൻ്റെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ചെറിയൊരു തുക കൊടുത്തു. എങ്കിലും മുന്നോട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം. പ്രത്യേകിച്ച് അവർക്ക് ഒരു ലൈഫ് മിഷൻ്റെ പദ്ധതിയിൽ നിന്ന് വീട് മാത്രമേ ഉള്ളൂ. ചേച്ചിയും അമ്മയും അടങ്ങുന്ന ചെറിയൊരു കുടുംബം. പപ്പ മരിച്ചുപോയി. അപ്പം അവൻ്റെ കാര്യങ്ങളിൽ എനിക്ക് അന്നേരം തന്നെ മനസ്സിനൊരിതുണ്ട്. ആ സമയത്ത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്കൊരു പ്ലേസ്മെൻറ്റ് പോലെ കിട്ടി. ഞാൻ കൊച്ചിൻ VPSCയിലെ സ്റ്റാഫായി. അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയുന്നടാ, ഇവിടുന്ന് കിട്ടുന്ന ആദ്യത്തെ സാലറിയിൽ നിന്നൊരു വിഹിതം ആ പയ്യൻ്റെ സഹായത്തിന് നമുക്ക് കൊടുക്കണം. ഞങ്ങളവിടുത്തെ വർക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ ആ പയ്യനെ കാണാൻ പോയി. അവന് പൈസ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തു. അങ്ങനെ ഇരിക്കെ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് അവരുടെ ചേച്ചി എന്നെ വിളിക്കുകയുണ്ടായി. അവന് കൗണ്ട് 2 ലക്ഷം കഴിഞ്ഞു മോനെ, ഡോക്ടറിന് പ്രതീക്ഷയൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എൻ്റെ നിയോഗങ്ങൾ എഴുതിയ സമയത്തായിരുന്നത്. അവൻ്റെ നിയോഗമായിട്ട് ഞാനതിൽ എഴുതി ചേർത്തു, ബ്ലസ്സന് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കണമെന്നുള്ളത്. അപ്പം അത് ഞാൻ മുന്നോട്ട് പോയി. പിറ്റേന്ന് തന്നെ ഞാൻ അവനെ കാണാൻ പോയി. പിന്നീട് അങ്ങോട്ട് നടന്ന കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാര്യങ്ങളല്ല. പിന്നെ എന്തോ അവന് വേണ്ടി ദൈവം എന്നെ നിയോഗിച്ച് അങ്ങോട്ട് ഇറക്കിയ കൂട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം ഞാനായി നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്കൊരു പരിചയമില്ല, വ്യക്തിപരമായിട്ട് പരിചയമില്ല, എൻ്റെ നാട്ടുകാരനല്ല, എൻ്റെ ബന്ധുവല്ല, ഒന്നുമല്ലാത്ത ഒരു അപരിചിതനായിട്ടുള്ളൊരു വ്യക്തിക്ക് വേണ്ടി അവൻ്റെ രോഗത്തിൽ അവനെ താങ്ങാൻ ദൈവം എനിക്ക് വലിയൊരു ഭാഗ്യം തന്നു. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. എന്നെ അവർ നിയോഗിച്ചു, മാതാവിനെ നിയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോയി എന്ന് തന്നെ പറയാനൊക്കും. അങ്ങനെ ഞാൻ അവൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തു. അവൻ്റെ ഓരോ കാര്യങ്ങളിലും, അവൻ്റെ ധനസഹായത്തിന് ഓരോ കാര്യങ്ങൾക്കാണേലും ഞാൻ മറ്റുള്ളവരോട്, അവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരോട് ചോദിക്കാനുള്ള, അങ്ങനെ പോകാനുള്ളൊരു ത്രാണിയൊന്നും ഇല്ല ആ അമ്മയ്ക്ക്. എങ്കിൽ പോലും ഞാൻ റോഡിൽ നടന്ന് അവന് വേണ്ടി ഓരോ കാര്യങ്ങൾക്ക് മറ്റുള്ളവരോട് യാചിക്കുകയും അവന് വേണ്ടി ഫണ്ട് സമാഹരിക്കുന്ന കാര്യത്തിനൊക്കെ ഞാനും നടന്നു. പിന്നെ അവന് ഏറ്റവും ലാസ്റ്റിൽ കൗണ്ട് കൂടിയ സമയത്തും 2 ലക്ഷം രൂപയുടെ മരുന്ന് വേണമായിരുന്നു. അത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. നമ്മൾ എന്ത് ചികിത്സ കൊടുത്തെന്ന് പറഞ്ഞാലും കർത്താവിന് അവനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഈ കഴിഞ്ഞ ബുധനാഴ്ച അവൻ ദൈവസന്നിധിയിലോട്ട് ചേർക്കപ്പെട്ടു. ഞാൻ അവന് വേണ്ടി ഒത്തിരി നമ്മൾ കഷ്ടപ്പെട്ടതാണ്. ഫണ്ടിൻ്റെ കാര്യത്തിലും അവൻ്റെ ചികിത്സയുടെ കാര്യത്തിലും ഒത്തിരി കഷ്ടപ്പെട്ടു. കാരണം വേറെ ആരുമില്ല സഹായിക്കാൻ, ഒരു മനുഷ്യരില്ല. അവന് വേണ്ടി ഒത്തിരി നമ്മൾ ഹെൽപ്പ് ചെയ്തു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി വേറൊന്നായിരുന്നു. ഇന്നവന് കർത്താവിൻ്റെ കൂടെ ആ ഭവനത്തിലുണ്ട്. ഇന്നവൻ്റെ 7ാം ദിവസമാണ് അവൻ മരിച്ചിട്ട്. ഇന്ന് ദൈവസന്നിധിയിലോട്ട് അവൻ പോയിട്ട് ഇന്നവിടെ നാട്ടിൽ അവർ കുർബാനയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. എന്ത് പറഞ്ഞാലും ഒരു നഷ്ടം തന്നെയാണ്. പക്ഷേങ്കിലും കർത്താവ് അവനെ ഞാൻ കൊണ്ടുപോയതാണ്. അവന് ലാസ്റ്റ് ടൈമിലൊക്കെ നല്ല വേദനയുണ്ടായിരുന്നു. അവൻ്റെ കൗണ്ട് എല്ലാം കൂടി ബുദ്ധിമുട്ടായി.
എൻ്റെ അടുത്ത നിയോഗം എന്ന് പറയുന്നത് എൻ്റെ അച്ചാച്ചൻ്റെ കാര്യമാണ്. എൻ്റെ അച്ചാച്ചന് ബിടെക് കഴിഞ്ഞു. അതിനുശേഷം ഒരു ജോലിക്ക് പോയി. 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ഗൾഫിലോട്ടൊരു ജോലി വേണമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു. എൻ്റെ അച്ചാച്ചന് ഒരു ജോലിക്ക് വേണ്ടി ഞാനും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. നിയോഗം എഴുതിയ കൂട്ടത്തിൽ വെച്ചു. ഒരിക്കലും GCC എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം കൊണ്ട് അച്ചാച്ചന് ജോലി കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് അച്ചാച്ചൻ ഓരോ വട്ടം പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. ഒരു വട്ടം ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഞാനും കൂടെ പോയി. ഇൻ്റർവ്യൂ നടക്കുന്ന ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അവിടെ ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. എൻ്റെ അച്ചാച്ചൻ തിരിച്ചു പോകുമ്പം പാസ്പോർട്ട് അവർ വാങ്ങണം, എൻ്റെ അച്ചാച്ചന് ജോലി കിട്ടണമെന്ന്. കർത്താവിൻ്റെ വലിയൊരു കരം അവിടെ പ്രവർത്തിച്ചു എന്ന് പറയാം. എൻ്റെ അച്ചാച്ചൻ്റെ പാസ്പോർട്ട് അവർ വാങ്ങി. അച്ചാച്ചൻ 2 ആഴ്ച മുമ്പ് സൗദിയിലേക്ക് പോയി. ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാനതിനെ കാണുന്നു. എൻ്റെ പപ്പായും അമ്മയെ സംബന്ധിച്ച് വലിയൊരു വിഷമമായിരുന്നു എൻ്റെ അച്ചാച്ചൻ്റെയും കാര്യം. അത് നടന്നു. എനിക്ക് ഇത്രയും ഉപകാരങ്ങൾ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ചെയ്തു. പിന്നെ എൻ്റെ ഓരോ ജീവിത സാഹചര്യങ്ങളും, ഞാനൊരു ഓർത്തഡോക്സ് സഭാ വിശ്വാസിയാണ്. ജപമാല ചൊല്ലുന്നതിനെ പറ്റിയോ ജപമാലയിലുള്ള കാര്യങ്ങളെ പറ്റിയോ എനിക്ക് അത്ര വ്യക്തമായ ബോധ്യമില്ല. കൃപാസനത്തിലെ ഈ ചൊവ്വാഴ്ചകളെ ധ്യാനത്തിലൂടെ ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചു. കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പാലിക്കാൻ പഠിച്ചു. മറ്റുള്ളവരെ സഹായിക്കാനും അനുകമ്പ തോന്നുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ പലരോടും പറയും, ഈ പ്രയോറിറ്റി നമ്പർ 1 ആയിരുന്ന എൻ്റെ വിദ്യാഭ്യാസം ഞാൻ പ്രയോറിറ്റി നമ്പർ 2 ആക്കി. എൻ്റെ ബ്ലസ്സൻ്റെ കാര്യമാണ് ഞാൻ ഓരോ ഇടത്ത് ചെല്ലുമ്പോഴും അവൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ ഒരു വലിയ കാര്യം അവൻ്റെ ജീവിതത്തിലും പ്രവർത്തിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അവൻ്റെ ഓരോ കാര്യത്തിലും അവനെ മുന്നോട്ട് പോകുമ്പോഴും കർത്താവിൻ്റെ കരം, ഞാൻ എല്ലാ ദിവസവും അവൻ്റെ അടുത്ത് പോകുമ്പം അവനെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന തൈലം പൂഴ്ചി ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എങ്കിലും അവന് ദൈവം വിധിച്ചിരുന്ന ഒരു വിധി വേറൊന്നാണ്. എനിക്ക് ഇത്രയും ഉപകാരങ്ങൾ ചെയ്ത എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. അമ്മ മാതാവിനും ഈശോയ്ക്കും തിരുകുമാരനും കോടാനുകോടാനും സ്തോത്രം നന്ദി അർപ്പിക്കുന്നു. ഞാനിവിടെ സാക്ഷിയായിട്ട് നിൽക്കുന്നത് എനിക്ക് വേണ്ടി, എൻ്റെ മകന് വേണ്ടിയാണ്. എനിക്ക് ദൈവം ചെയ്തു തന്ന പുണ്യപ്രവൃത്തികൾ എൻ്റെ വലിയവനായ പരിശുദ്ധ അമ്മ വഴി ചെയ്തു തന്ന നന്മയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ചേച്ചിയിൽ കൂടെയായിരുന്നു. 2023 ജൂൺ 14-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇത് 2ാമത്തെ സാക്ഷ്യമാണ് ഞാനിവിടെ പറയുന്നത്. എനിക്ക് മൂക്കിൽ കൂടെ ദശ വളർന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു. 22 വർഷമായി ആശുപത്രിയിൽ കാണിച്ച് മൂക്കിൽ തുള്ളി മരുന്നൊഴിക്കും, അവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അമ്മേരെ ഉടമ്പടി തൈലവും തേനും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് അത് ഓപ്പറേഷൻ ചെയ്യാതെ ദൈവം വിടുതൽ തന്നു. അമ്മ മാതാവിന് ഈശോയ്ക്ക് നന്ദി. എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു. 7 വർഷം കൊണ്ട് ഭയങ്കരമായ വയറുവേദന, ബ്ലീഡിങ്. 1 മാസത്തിൽ 3 പ്രാവശ്യം ഞാനിവിടെ വന്നിരുന്ന് കരയുമായിരുന്നു. ഇവിടെ വന്നപ്പോഴും എനിക്ക് അത് ഉണ്ടായിരുന്നു. 7 വർഷം കൊണ്ട് വലിയവനായ ദൈവം ഇവിടെ വന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ എനിക്ക് ആശുപത്രി കയറി ഇറങ്ങാൻ വയ്യ. എന്തെന്ന് പറഞ്ഞാൽ ഈ വയ്യാത്ത മോനെയും കൊണ്ട് ഞങ്ങൾ പോകണം. ആശുപത്രിയിൽ ഇരിക്കാൻ ആളില്ല. അപ്പോൾ വളരെ വേദനിച്ച് അതിനുള്ള എൻ്റെ അമ്മ വരുത്തരുതേ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് അമ്മേരെ വിശ്വാസ പ്രമാണം പറഞ്ഞ് അമ്മേരെ ഉടമ്പടി തൈലം അടിവയറ്റിൽ തൊട്ട് ഇട്ട് ഇപ്പോൾ 1.5 വർഷം കൊണ്ട് എനിക്കത് ആ കുഴപ്പമേ ഇല്ല. 1.5 വർഷം കൊണ്ട് എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാകോടി സ്തോത്രവും നന്ദി. എൻ്റെ ഇളയ മകനെ ഒരു മൂത്രം ഒഴിക്കണേൻ്റെ 2 സൈഡിലുള്ള അറിയാൻ ആൺമക്കൾക്കുള്ള മക്കൾക്ക് എല്ലാവർക്കും അറിയാം. 2 സൈഡിലുള്ള അരി വയറ്റിൽ കയറി ഇരുന്ന് അത് 1 സ്റ്റെപ്പ് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. എന്നാലും വളരെ ഏറെ അവന് മൂത്രം തനിയെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. എത്ര തന്നെ തുണി മാറ്റിക്കൊണ്ടിരിക്കും. ഞാൻ വളരെ വേദനിച്ചു. ഇവിടെ വന്ന് ആ ഉടമ്പടി എടുത്തതിന് ശേഷം പുതുക്കി അടുത്ത് പോയപ്പോൾ ഈ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം പറഞ്ഞ് പുരട്ടി
അത് പൂർണ്ണമായും എൻ്റെ അമ്മ മാറ്റിക്കൊടുത്തു. ആ മൂത്രത്തിൻ്റെ പ്രയാസം ഇപ്പം ഒട്ടുമേ ഇല്ല. ഏത് തുണി ഒരു തുണി മുഴുക്കനിട്ടിരുന്നാലും ആ മൂത്രത്തിൻ്റെ സ്മെല്ലില്ല, അല്ലെങ്കിൽ ഭയങ്കരമായ സ്മെല്ല്. ഞാനൊരു വീട്ടു ജോലിക്കാണ് ഞാൻ പോണത്. അവിടെ നിന്ന് പെയ്യിട്ട് വരുമ്പോൾ ഈ സ്മെല്ലടിക്കുമ്പോൾ എനിക്ക് വളരെ വേദന ഉണ്ടാവും. അമ്മ ഇത് പൂർണ്ണമായി ഒന്ന് മാറ്റിത്താ എന്ന് ഞാൻ CSIയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. വലിയവനായ ദൈവം എനിക്ക് ചെറുതും വലുതുമായി ചെയ്തു തരണ നന്മയെ ഓർത്ത് ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു. പത്രങ്ങൾ ഞാനും എൻ്റെ മോനും നടന്നു കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവർത്തിനി ഞാനും എൻ്റെ മോനും പത്രം കൊടുക്കും. ഇവന് നല്ല ഇഷ്ടമുണ്ട് പത്രം നടന്നുകൊണ്ട് കൊടുക്കാൻ. പത്രം കൊടുക്കും. പിന്നെ ഞാൻ രോഗികളെ സന്ദർശിക്കണമെന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ കാല് മുറിച്ചിട്ടുണ്ട്, ഒരു കാലിൻ്റെ 5 വിരൽ മുറിച്ചിട്ടുണ്ട്. ഒരു മോള് മാനസികമായിട്ടുള്ള പ്രയാസം. ആ വീട്ടിൽ ചെന്ന് ഞാൻ അവരെ എന്നും കുളിപ്പിക്കുകയും അവരെ ഡ്രസ്സുകൾ കഴുകുകയും അവിടെ ആ റൂം ക്ലീൻ ചെയ്യുകയും ചെയ്യും. അങ്ങനെ മൂത്ത മകന് ദശ വളർന്ന് കട്ട രക്തം മൂക്കിൽ നിന്ന് വരുമായിരുന്നു. ജലദോഷം ഒരിക്കലും മാറൂല. 5 വർഷം കൊണ്ട് അത് പൂർണ്ണമായും അമ്മേരെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം പറഞ്ഞ് ആ തൈലം ഇട്ട് പുരട്ടിയതിന് ശേഷം ആ മൂക്കിലുള്ള അതും മാറി എൻ്റെ മൂത്ത മകന്. പിന്നെ ഒരു ബിസിനസ്സിന് വേണ്ടി ഐഡിയയുടെ കമ്പനി തുടങ്ങാൻ കരുതി 2 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. കയ്യിൽ 3 ദിവസം ഉണ്ടായിരുന്നു. ആ 3 ദിവസത്തിൻ്റെ അകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഞാൻ അമ്മേരെ ഉടമ്പടി ഉപ്പ് മാത്രമേ ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ. പ്രതീക്ഷിക്കാതെ അതെനിക്ക് ലഭിച്ചു. അത് ആ കമ്പനി അവന് തുടങ്ങാൻ സാധിച്ചു. ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നു. പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്നത് പൊതിച്ചോറ് കൊടുക്കുകയും ധനസഹായങ്ങൾ എന്നെക്കൊണ്ട് പാവപ്പെട്ടവർക്ക് ചെയ്യുകയും എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ സഹായിക്കും. പ്രാർത്ഥന എനിക്ക് ജപമാല പറയാൻ അറിഞ്ഞുകൂടെയായിരുന്നു. ഞാനൊരു മാമീരയിൽ കൊടുത്തവർ കത്തോലിക്ക പള്ളിയിൽ പോകണോണ്ട് ഞാൻ മാമീര എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മാമി എനിക്ക് 1 ജപമാല പറഞ്ഞു തരുമോയെന്ന് കേട്ട്. അതിനെന്തെന്ന് കേട്ട് അവർ ഓരോ ഇതെടുത്തിട്ട് ഈ ജപമാല എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഞാനിതിപ്പം 5 പ്രാവശ്യം ഞാൻ എൻ്റെ ഓരോ രോഗികൾക്കും ഈ ഇവിടെയും എല്ലാവർക്കും വേണ്ടി 5 പ്രാവശ്യം ഞാൻ ജപമാല പറയും. പിന്നെ പ്രാർത്ഥിക്കും. പ്രത്യക്ഷണ പ്രാർത്ഥന പറഞ്ഞ് തന്നെ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്.